നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനെ ഏത് സ്ത്രീക്കാ മറക്കാൻ കഴിയുക? നിങ്ങൾ എന്തിനാ ശാരദാമ്മ നാട്ടുകാരെ പേടിക്കുന്നത്? നിങ്ങൾ കൂടി ഇറക്കിവിട്ട ആ മനുഷ്യൻ ഇനി എങ്ങോട്ടാ പോവുക? പെരുവഴി കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ നീറ്റല് ഈ ജന്മം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവോ? ഒക്കെ ഞാൻ ആലോചിച്ചതാ. ഒരു പ്രായം കഴിഞ്ഞ അച്ഛനമ്മമാരുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ ഗോപാലേട്ടന് ഞാനും ഒക്കെ അത് അനുഭവിച്ചേ മതിയോ? ഗോപാലേട്ടൻ ഇട്ടെറിഞ്ഞു പോയപ്പോ കൂരിരുട്ടായിരുന്നു കൺമുന്നിൽ. പക്ഷെ മുന്നിൽ പല വഴിയുണ്ട്. ഏത് വഴി പോയാൽ രക്ഷപ്പെടുമെന്ന് ഒരു പിടിയുമില്ല. ചിലപ്പോ ഇതിനേക്കാളും നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടേക്കാം. അതുമല്ലെങ്കിൽ ഒരിക്കലും കര കയറാനാവാത്ത ഒരു പാതാളക്കുഴിയിലേക്കാവും ചെന്ന് വീഴുക. മനസ്സിൽ 1000 വട്ടം ഹരിച്ചും ഗുണിച്ചും നോക്കി എന്നിട്ടെടുത്ത തീരുമാനമാ എങ്ങോട്ടും പോകണ്ട. എന്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഇന്ന് വരെ അങ്ങനെയായിരുന്നു. ശാരദയുടെ ശ്വാസം അവസാനിക്കുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്റെ ജീവിതത്തെ പറ്റി ഇനി ഒരു ആലോചനയില്ല. മക്കള് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എനിക്ക് കുറച്ച് അവഹേളനയും നാണക്കേടും ഒക്കെ ഉണ്ടായെങ്കിലും ശാലിനി വിഷ്ണുവിന്റെ ഒപ്പം സത്യമ്മയുടെ വീട്ടില് സുഖമായി കഴിയുന്നു എന്നാ വിചാരിച്ചിരുന്നത്. അതങ്ങനെയല്ലെന്ന് അവിടെ ചെന്നപ്പോ മാത്രം മനസ്സിലായത്. അവരെവിടെയാന്ന് പോലും ഇപ്പം. അമ്മേ, ശാലിനിയും വിഷ്ണുവേട്ടും ഒരു വീടെടുത്ത് താമസിക്കുക. ഞാനവിടെ പോയിരുന്നു. മോളുണ്ട് കൂടെ. അവസ്ഥകള് കുറച്ച് മോശമാ. എന്തടി? വാടകയൊന്നുമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടിയതാ. നാട്ടുനടപ്പനുസരിച്ച് ഇപ്പൊ ഈ വീടിന് കൊടുക്കേണ്ട വാടകയും സെക്യൂരിറ്റിയും ഒക്കെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ചേച്ചി? ഇനിയിപ്പോ എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഒരു ചായയിട്ട് തരാൻ പോലും നിർവാഹമില്ല കേട്ടോ. ഇത് നീ വെച്ചോ ചേച്ചി. എന്നാലും ഇത് വെച്ചോ മോളെ. ശാരദയുടെ ദുരിതത്തിന് ഒരു അറുതിയില്ലല്ലോ ദേവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര കോടിയുടെ ലോട്ടറി വിറ്റിട്ടാണ് സർക്കാർ കുറെ കാശ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്? അതുപോലെ IPL, BPL ഇതിനൊക്കെ എത്ര കോടിയുടെ വരുമാനം ഉണ്ടെന്നാ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സൈക്കിൾ റേസിന് ആരെങ്കിലും പരസ്യം തരണമെന്നാണോ? അതല്ലടാവേ, അതിന്റെ ഇടയക്കൂടെ നമ്മുടെ പരസ്യം കയറ്റണം. അത് ഇതേൽ എഴുതിയിട്ടുണ്ടല്ലോ അച്ചായ. മേരി മാതാ സോമിൽ സിൽവർ ജൂബിലിന്ന്. അതാണോ പറഞ്ഞത്? അതിനൊരു ഗുമ്മില്ലാന്ന്. അല്ല, അത് ഇതിപ്പോ എന്റെ അപ്പൻ അവധോയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തുന്നതല്ലേ. ഇത്രയും കാശ് വെറുതെ കളഞ്ഞു എന്നറിഞ്ഞാ എന്റെ അപ്പൻ കുഴിന്ന് വന്നതിന് ചവിട്ടൂടാ. കമിഴ്ന്ന് വീണ കാപ്പണമെന്നാ ഞങ്ങള് ചീമേനി കുടുംബക്കാരുടെ തത്വശാസ്ത്രം തന്നെ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറ. എടാ, ഇപ്പൊ ഒരുത്തൻ ഇറങ്ങിപ്പോയില്ലേ കോൺക്രീറ്റ് ആണ് നല്ലതെന്നും പറഞ്ഞ്. അതുപോലെ ഒരുത്തനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരുത്. നമ്മുടെ തടിക്ക് ഡിമാൻഡ് കൂട്ടണം. നമ്മൾ മുടക്കിയ 3,37,412 രൂപ 30 ലക്ഷമായിട്ട് തിരിച്ചു പിടിക്കണം.
ഉദാഹരണമായിട്ട് വിശ്വസിച്ച് കൂടെ കിടക്കാൻ വിലാസിനി ബെഡ്, കേരളത്തെ ഇരുത്താൻ കുമാർ കസേര, ആ സൈസ് ഒരെണ്ണ വേണ്ടത്. തടി കുറയ്ക്കണ്ട, ഉം? തടി കുറയ്ക്കണ്ട മേരി മാതാ സോമിൽ. അത് മതിയോ? താടി കുറയ്ക്കണ്ടെന്നോ? അതും ശരിയാവില്ല. അച്ഛന് ആദ്യമേ തന്നെ ചാടിക്കൊരു അഭിപ്രായം പറയണ്ടായിരുന്നു. അച്ഛൻ ആദ്യം തന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലത്ത് അങ്ങോട്ട് അടുക്കണ്ട. പറ്റിപ്പോയിട പെട്ടത്. എന്താ നീ പറഞ്ഞത്? അല്ല, ഞാൻ പെട്ടെന്ന് അറിയാതെ തടി കുറയ്ക്കണ്ട മേരി മാതാ സോമിൽ. നീയാണ് കൊള്ളാമല്ലോടവേ. എവിടുന്ന് കിട്ടിയവന്? എനിക്ക് ഒരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവന് കെട്ടിച്ചു കൊടുത്തേന്. ഉള്ളതിന്റെ മനസ്സമ്മതം പറഞ്ഞു വെച്ചിരിക്കുക. അച്ഛനൊരു ഡ്രൈവർ വേണമെന്ന് പറഞ്ഞില്ലേ, അതിൽ കൂട്ടിക്കൊണ്ടുവന്നതാ. വിശ്വസിക്കാവുന്ന ആളാ അച്ചായ. പേര് വിഷ്ണു. ഓ, അപ്പൊ നീ തന്നെ ഇനി മുതൽ പത്രോ ചായന്റെ ടൈം പറഞ്ഞേ. അച്ചായ, അതെങ്ങനെ ശരിയാവുന്നേ? ആ ജോലി എന്റെ അനന്തരം ദീപകിന് കൊടുക്കാമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അയ്യോ, അക്കാര്യത്തിൽ ഞാൻ വാക്ക് പറഞ്ഞു പോയല്ലോടാ. പറഞ്ഞ വാക്ക് എങ്ങനെ മാറ്റി പറയാ? അത് ശരിയാണല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ പോരുമ്പോ എന്റെ അനിയത്തി കൂടെ കൊണ്ടുവരാത്തെന്താ? എനിക്ക് അമ്മൂനൊന്ന് കാണണം. ചേച്ചിന്ന് വിളിച്ചോണ്ടുള്ള അവളുടെ കരച്ചിൽ മാത്രമേ എന്റെ കാതിലുള്ളൂ. എന്റെ മോളെ അവള് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടി വീട്ടിൽ കാണാൻ. വീട്ടിൽ വന്ന പൂജാമുറിയിലും. എനിക്കറിയാം അവള് പ്രാർത്ഥനയിലാണെന്ന്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്റെ പിന്നാലെ അവളും വന്നേനെ. ഞാൻ ഏത് ലോകത്ത് പോയാലും എനിക്ക് കൂട്ടായി എന്റെ അനിയത്തിയും കാണും. മുത്തശ്ശൻ അമ്മൂനോട് പറയണം അവളുടെ പ്രാർത്ഥനകളൊക്കെ ഫലിച്ചു എന്ന്. പറയാം മോളെ. നിങ്ങൾ രണ്ടുപേരും തോന്നി ഇവര് സംസാരിക്കട്ടെ. ഇതിന്റെ രണ്ടാം ജന്മം. നിനക്ക് ഒരു ജന്മേ ഉള്ളൂ. അത് നീ ഞാനും മാത്രമുള്ളതാ. ഞാൻ സഞ്ജുനെ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ? ആ സങ്കടത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നിനക്കൊന്നും അറിയേണ്ടതില്ലായിരുന്നു. വേദനകളൊക്കെ എനിക്ക് തന്നു. നിന്നെ ഞാൻ ഇതുപോലെ മിസ് ചെയ്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇതുപോലെ പ്രണയിച്ച നിമിഷങ്ങളുമില്ല. സഞ്ജു, ഞാനൊന്ന് ചാരിയിരുന്നോട്ടെ. സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ആരും പോവില്ല അല്ലേ സഞ്ജു? പോകുന്നവരുണ്ടാവാം, പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല സ്വാതി.
സഞ്ജുവിനോട് ഞാനൊരു കള്ളം പറഞ്ഞു. അമ്മുവിന്റെ വിവാഹ ആൽബം കൊറിയറിൽ വന്നത് വാങ്ങാനാ ഞാൻ പോയത്. അതിവിടെ ആരോ പറയുന്ന കേട്ടു. എനിക്കതൊന്ന് തുറന്നു കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. എന്റെ കൈവിട്ടത് എവിടേക്കോ പോയി. നീ അതൊക്കെ മറക്ക് സ്വാതി. അമ്മ ആവശ്യപ്പെടാത്തതും അവൾ ആഗ്രഹിക്കാത്തതുമായ വഴികളിലേക്ക് നീ ഇനി പോകരുത്. അത് കയ്യിൽ കെട്ടിയിട്ടും തുറന്നൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതാ സഞ്ജു എന്റെ സങ്കടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേലക്കാരി പെണ്ണിനെ മോളാക്കി വെച്ചുകൊണ്ടുള്ള മംഗലശ്ശേരിക്കാരുടെ നാടകത്തിൽ പങ്കെടുക്കാൻ കാഞ്ചനയച്ചൻ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ മകളെയും കൊണ്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോയിക്കോളാം. അതിന് പ്രഭയുടെ സമ്മതം നിനക്ക് വേണ്ടി. ഈ അവസ്ഥയിൽ ശ്രീകുട്ടിയെ പ്രഭ നിനക്ക് വിട്ടുതരുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ സമാധാനത്തിന് വേണ്ടി അച്ഛൻ പറയുന്നത്. ശ്രീകുട്ടിയെ അമ്മുവിൽ നിന്നും അകറ്റാൻ നിനക്ക് കഴിയില്ല. അമ്മു വീട് വിട്ടിറങ്ങിയപ്പോ കൂടെ ബാഗും എടുത്തിറങ്ങിയവളാ ശ്രീകുട്ടി. അത് നീ മറന്നു പോകരുത് മോളെ. അന്ന് നീ ഒറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. അമ്മു ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടെങ്കിലല്ലേ അച്ഛ അവക്ക് കൂടെ ഇറങ്ങാൻ പറ്റൂ. അച്ഛൻ അതൊന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ടേ. ഇനി ഞാൻ നിന്നോട് എന്ത് പറയാന്? പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ. നിന്നെ ഓർത്ത് 26 വർഷം കണ്ണീരൊഴുക്കിയ ഒരു അച്ഛനും അമ്മയുണ്ട്. നിന്റെ മകളെപ്പോലും നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ആ വിധ നിനക്കുണ്ടാവരുത്. അച്ഛന്റെ പ്രാർത്ഥനയാ മോളെ. അച്ഛാ, ശ്രീകുട്ടിയെ ഡ്രസ് ചെയ്യുക. സഞ്ജു അച്ഛനെ കാത്തു നിൽപ്പുണ്ട്. അച്ഛൻ വയ്ക്കോ. ആ അച്ഛന്റെ സംസാരം കുറച്ചൊക്കെ ഞാനും കേട്ടു. സ്വന്തം മകളെ ശപിക്കാനുള്ള മനസ്സ് ഒരച്ഛനും ഉണ്ടാവില്ല. പക്ഷേ മക്കളെ ഓർത്ത് വേദനിച്ച് മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും ചൂട് കൂടുതലാണ്. ഉപദേശത്തിന് നന്ദി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയതേ ഒരു തിരിച്ചുപോക്കായിട്ട് പ്രഭ കരുതണ്ട. 27 വർഷം മുമ്പ് ആ വീട് വിട്ടിറങ്ങിയ മനസ്സ് തന്നെയാ കാഞ്ചനിക്ക് ഇന്നും ഉള്ളത്. മംഗലശ്ശേരിയിൽ നിന്ന് ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ മകൾക്ക് ഭർത്താവായി സഞ്ജുവിനെ. അതിനെനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ജന്മം നിനക്കൊരു മാറ്റം വരില്ല കാഞ്ചന. ഞാൻ എങ്ങനെ മാറാന്? പ്രഭേ, കാഞ്ചന എന്നും കാഞ്ചന തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതൊക്കെ എന്ത് വിലയുള്ളത്? എന്റെ മകളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവളുടെ അവകാശിയും ഞാൻ തന്നെ. മക്കള് പലതിനും ശാഠ്യം പിടിക്കും. പക്ഷേ അവരർഹിക്കുന്നതേ അനുവദിച്ചു കൊടുക്കാവൂ. എന്റെ മകൾക്ക് ഞാൻ പ്രസവിക്കാത്തൊരനിയത്തി വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗായത്രിയുടെ മുമ്പിൽ വെച്ച് പാർവതിയെ സ്നേഹിക്കുന്നുവെന്ന് നീ പറയുന്ന ഞാൻ കരുതിയത്. ഇപ്പോഴെനിക്ക് സമാധാനമായത്. അല്ലെങ്കിൽ തന്നെ 18ാം നൂറ്റാണ്ടിലെ മനസ്സുമായി ജീവിക്കുന്ന ആ പീറ പെണ്ണിനെ നീ എങ്ങനെ ഇഷ്ടപ്പെടാനാ? ആം ഐ റൈറ്റ്? എടാ മോനെ, നിനക്ക് ചേരുന്നത് ജാസ്മിൻ തന്നെയാ.
പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. ദേ, വിവാഹ നിശ്ചയത്തിന് നീ തയ്യാറായിക്കോ. അറിയോ? ഓക്കെ? മരിച്ചുപോയ എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ഒരു വാക്കുപോലും കള്ളം പറഞ്ഞിട്ടില്ല. പാർവതി ഇഷ്ടമാണെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. എല്ലാരെയും ഇഷ്ടമാണെന്ന് കൂടി കൂട്ടിച്ചേർത്തു മാത്രം. പ്രഭാവതിയെ ധിക്കരിക്കുമെന്ന് ആന്റി ചോദിച്ചതിന് എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ലെന്നാ ഞാൻ മറുപടി പറഞ്ഞത്. അതും കറക്റ്റ്. ഈ ഇരിക്കുന്നതും എന്റെ അമ്മയല്ലേ? ജാസ്മിനെ വിവാഹം ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞു എന്നല്ലേ പാർവതി പറഞ്ഞത്? അതൊരിക്കലും ഞാൻ ധിക്കരിക്കില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കള്ളി തന്നെയാ നീ. ഞാൻ ഒളിച്ചു നിന്നൊന്നുമല്ല. ഈ മുറിയിൽ എന്നെ കണ്ട അപ്പച്ചി വഴക്ക് പറയുന്ന പേടിച്ച് മറഞ്ഞു നിന്നതാ. ഇടി മരക്കഴുതേ, മറഞ്ഞിരിക്കലും ഒളിഞ്ഞിരിക്കലും ഒന്ന് തന്നെയാ. എന്തിനാ എന്നെ മരക്കഴുതേന്ന് വിളിക്കുന്നേ? നേരത്തെ വിളിച്ചു, അവരും വിളിച്ചു. നീ മരക്കഴുത ആയതുകൊണ്ട്. ശരിക്കും ഞാൻ മരക്കഴുതയാണോ? ആ, അതെ. കൊറേ ബുദ്ധി ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് കൊറേ ബുദ്ധിയുണ്ട്. വിശാൽ സാറിന് ബുദ്ധി ഉള്ളതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? കുറച്ച് നിനക്ക് തരാം. വിശാൽ സാറേ വെറുതെ പറയുന്നതാ എന്നെ പറ്റിക്കാൻ വേണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നെറുകയിൽ മാത്രല്ല, എന്റെ ആത്മാവിലും വിശാൽ സാർ ഉണ്ടാവും. നിന്റെ ആത്മാവിൽ ഞാൻ എത്ര കാലം ഉണ്ടാവും? എപ്പോഴും. ആത്മാവ് നിലനിൽക്കുന്ന കാലത്തോളം. അതാ എന്റെ ആഗ്രഹം. നിന്റെ ആത്മാവിനകത്ത് ഞാൻ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ സന്തോഷത്തിന് അലോസരം ഉണ്ടാക്കാൻ ആരും കടന്നു വരാൻ പാടില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? എനിക്കും നിനക്കും ഇടയില് മറ്റൊരാൾ വേണ്ടെന്ന്. ജാസ്മിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി കഴിഞ്ഞാൽ നിന്റെ ആത്മാവിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. എനിക്ക് അറിയാം വിശാൽ സർ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറയാറില്ലേ,
വിശാൽ സാറിന്റെ അമ്മ വിശാൽ സാറിനെ വിട്ടുപോയിട്ടില്ല എന്ന്. ഞാൻ തോറ്റുപോയെടുത്ത് ഗായത്രി അമ്മയ്ക്ക് ജയിക്കാൻ കഴിയും. ഈ പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് കരകയറ്റി തരണേന്ന് വിശാൽ സാറിന്റെ അമ്മയോട് പറയാം. പറയ് വിശാൽ സാർ. വിശാലിന്റെ ഉപഗ്രഹമാണല്ലോ ഇവള്. എപ്പോഴും വിശാലിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? കുങ്കുമല്ലേ ഇത്? നിന്റെ നെറ്റിയിലെ കുങ്കുമം എങ്ങനെയാടി വിശാലിന്റെ ഷർട്ടിൽ വന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൺഗ്രാറ്റുലേഷൻസ്. ആരുടെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടത്. അതിപ്പോ താൻ കാണിച്ചു. തനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അവരെന്നോട് ഒത്തിരി തട്ടിക്കയറി. ആ, തട്ടിക്കേറുമല്ലോ. സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ കൈവിട്ടു പോകുമ്പോ ആർക്കും അവരുടെ കൺട്രോള് പോവുമല്ലോ. യാതൊരു ഉളുപ്പും ഇല്ലാത്ത രണ്ടെണ്ണം അപൂർവ. ഈ അപൂർവ റബ്ബർ തേന്നൊക്കെ പറയുന്ന പോലെ. അന്ന് നമ്മുടെ ഇനാഗ്രേഷന് ഗായകൻ വേണുഗോപാൽ സാർ വന്നപ്പോഴും ഈ വിസ്മയുടെ ഒരു ജാട കാണുമായിരുന്നു. പാടിയത് ശ്യാമേ. വേണുഗോപാൽ സാറിന് സത്യം മനസ്സിലായായിരുന്നു. എന്നോട് സാർ അത് തുറന്നു ചോദിച്ചു. എന്തിനാ അവനവന്റെ കഴിവ് മറ്റുള്ളവർക്കായി ദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ പെൺകുട്ടിക്ക് വേണ്ടി പുറകിൽ നിന്ന് പാടിയത് താനല്ലേ? അല്ല സർ. കള്ളം പറയരുത് കേട്ടോ. പറ, താനല്ലേ പാടിയത്? അതെ. എന്താ അവനവന്റെ സർഗശക്തി മറ്റുള്ളവർക്കായി ദാനം ചെയ്യുന്നത്? പറയേ. അത് സർ, അങ്ങനെയൊക്കെ വേണ്ടി വന്നു. തുറന്നു പറയാൻ പറ്റില്ല. അന്നേ തനിക്ക് ഇതെന്നോട് തുറന്നു പറയുമായിരുന്നു. അപ്പോ ആ 10 ലക്ഷം രൂപയുടെ ദുരഭിമാനം അല്ലേ? സർ, അതല്ല. സാറിന് എന്ത് തോന്നുന്നു കരുതിയാ ഞാൻ. എന്ത് തോന്നാനാടോ? തന്നോടുള്ള സ്നേഹം അത് കുറെ കൂടി കൂടും. ഇപ്പോഴും അത് കൂടിയിട്ടേ ഉള്ളൂ. സർഗശക്തി പോലും ദാനം ചെയ്ത തന്റെ ആ വലിയ മനസ്സ്, അതാണ് ദൈവം കാണുന്നത്. തെക്കുംതല ഭാര്യത്തെ വാസുദേവൻ എന്ന അഷ്ടപതി ഗായകന്റെ മകൾ എന്റെ ഭാര്യയാണെന്ന് പറയാൻ എനിക്ക് എന്തൊരു അഭിമാനാണെന്നറിയോ? തന്നെ എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. എനിക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്, പോയേ പറ്റൂ. ബിസിനസ് ടൂറോ? അതെ. എടോ, ഒരാഴ്ചക്കകത്ത് ഞാൻ തിരികെ വരും. നാളെ രാവിലെ എനിക്ക് പോണം. ശ്യാമേ, തന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നതില് എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഈ കാര്യത്തിന് ഞാൻ പോയാലേ ശരിയാവൂ. എന്താ, സങ്കടമായോ? ഇതുവരെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ.
അതെ, മുഖം വാടാതോ. കുറച്ച് ദിവസം പരസ്പരം കാണാതിരുന്ന പിന്നെ കാണുമ്പോ സ്നേഹം കൂടുകയുള്ളൂ. തിരികെ വരുന്നത് വരെ കാത്തിരിക്കാം. സ്നേഹം ഇരട്ടിയായിട്ട് ഞാൻ തനിക്ക് തന്നിരിക്കും. വിഷമിക്കാതോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏത് കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായി സംഭവിക്കൂ. ആനന്ദേട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പല കാര്യങ്ങളിലും ടെൻഷൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇവനെന്താ ഇതുവരെ ഇറങ്ങി വരാത്തെ? അവളതിന് വിട്ടിട്ട് വേണ്ടേ? ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ അവനെ അവള് പിടിച്ചു വെച്ചിരിക്കുക. ഐശ്വര്യ, അതെ, നിനക്ക് ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടില്ല അല്ലേ? മറ്റുള്ളവർക്ക് നാശം വരണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയ്ക്ക്. എന്റെ ഓഫീസിലൊരു സ്റ്റാഫുണ്ട്, ഒരു വട്ടൻ കവി കൂടി അദ്ദേഹം. ഈയിടെ മൂപ്പര് ഒരു 4 വരി കവിത എഴുതി എന്നെ വായിച്ചു കേൾപ്പിച്ചു. ഇങ്ങനെയായിരുന്നു ആ കവിത: അന്യന്റെ കാലിൽ ഒരു ഉറുമ്പെങ്കിലും കടിച്ചിടുകിൽ ധന്യനായി ഞാൻ ഉറങ്ങിയിടുമേ. ലഗേജ് ഞാൻ എടുക്കാം. പോയിട്ട് വാ. അഖി, സൂക്ഷിക്കണം കേട്ടോ. വിജനമായ വഴിയിലെങ്ങും ഒറ്റയ്ക്ക് പോവരുത്. ഇരുട്ടത്ത് ചെന്ന് പെടുകയും ചെയ്യരുത്. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. ഏട്ടാ, ഓ എടാ, ബിസിനസ് ടൂറാണെങ്കിലും നീ പോയെന്ന് അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ ശരി ഏട്ടാ. നീ പോയി തകർക്കടാകി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ജേണി. താങ്ക് യു. എടുത്തി എന്റെ മോനെ, നീ ഇനി ഒരു കാര്യത്തിലും പേടിക്കണ്ട. ശ്യാമ 24 മണിക്കൂറും നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരിക്കും. അറിയാടുത്തി. അല്ല, ശ്യാമ എന്താ വരാത്ത? അവള് കരച്ചില്ല സാർ, അതുകൊണ്ട് താഴേക്ക് വരാത്ത. അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലും ബോംബെക്കും പോകുന്ന കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തില് ദുബായിക്ക് പോകുന്ന കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. അത് തൽക്കാലം അവൾ അറിയണ്ട, വിഷമിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നത്. എന്നാ എല്ലാവരോടും കൂടി പോയിട്ടരാ. ശരി, പെട്ടിയെടുത്തോളാം. നടക്കും. ഹാപ്പി ജേണി. ശരി എന്നാ ഞാൻ എടുക്കണോ? ഞാൻ വയ്ക്കാം. എന്നാലും ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോ ആ അകത്തമ്മ ഇറങ്ങി വന്നില്ല. കണ്ടില്ലേ അവളുടെ അഹങ്കാരം. അക്കി എയർപോർട്ടിൽ വിട്ടിട്ട് നേരെ ഇങ്ങ് പോരെ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കേടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണമൂർത്തി മരിച്ചുപോയെന്നല്ലേ പറഞ്ഞിരുന്നത്? പപ്പ, ഞാൻ പറയാം, ഒക്കെ ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. സുധാമണിയാ ഇതിന് ഉത്തരം പറയേണ്ടത്. താൻ യഥാർത്ഥത്തിൽ ആരാടോ? ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞ എന്താന്നറിയോ? താൻ ചത്തുപോയെന്നാ. അച്ഛമ്മേ, ഞങ്ങളും അങ്ങനെയാ വിശ്വസിച്ചോണ്ടിരുന്നേ. ബാലു, വെറുതെ കള്ളമൊന്നും പറയണ്ട. നിങ്ങൾ ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നല്ലേ? അയ്യോ,
യാമിനി, ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് യാമിനി. നമ്മുടെ കയ്യിൽ നിന്ന് മോളെ തട്ടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുക. അയ്യോ അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. സുധാമണിയെ വഴക്ക് പറയരുത്. സുധാമണി പാവാ. ഇവരാരും എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ ജയിലിലായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ ഒന്നും അറിഞ്ഞിട്ടില്ല. കൃഷ്ണമൂർത്തി ജയിലിലായിരുന്നു. സുധാമണി, ഒരു ജയിൽ പിള്ളയുടെ മോനെ കൊണ്ടാണോ എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചത്? ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് സുധാമണി എങ്ങനെ ഉത്തരവാദിയാകും? ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു. ജയിലിൽ വെച്ച് കുറെ പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെയാ ഞാൻ മരിച്ചുപോയി എന്നൊക്കെ ഇവര് വിശ്വസിച്ചത്. ഈശ്വര, അയ്യോ, ഞങ്ങൾ എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? യാമിനി, അപ്പുനെ ഒരു നിമിഷം ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. അപ്പു, നമുക്ക് പോവാം. അപ്പു വന്നേ. അങ്കിൾ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട മോളെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വാമേ. അങ്കിൾ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പു എന്റെ ഭാര്യ. എന്റെ ഭാര്യ എന്നോടൊപ്പം നിൽക്കേണ്ടത്. എന്റെ അനുവാദം ഇല്ലാതെ ആരും അപ്പുവിനെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. എന്റെ മകളായതിനു ശേഷമാ അപ്പു ബാലുവിന്റെ ഭാര്യ ആയത്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ. മമ്മി, ഞാനൊന്ന് പറയട്ടെ. ബാലു, പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വാടി. അങ്ങോട്ട് മാറി നിൽക്കണോ? അപ്പു, എന്തെങ്കിലും പറ്റിയോ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മഹേഷേ, യാമിനി, സന്ദീപേ, നമുക്ക് നേരെ റെയിൽ പാളത്തിലേക്ക് പോവാം. അതില് തലവെച്ച് ആത്മഹത്യ ചെയ്യാം. അയ്യേ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. അമ്മേ, നമ്മൾ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കും. ആത്മഹത്യ ചെയ്യേണ്ടതേ വേറെ ചിലരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.